അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറൊക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഇന്ന് ഹോം ടൂറിൻ്റെ വീഡിയോ ആക്കിയാലോ എന്ന്. എന്നും അടുക്കളയും കിച്ചനും വെച്ചുണ്ടാക്കലും ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണേ. എന്നും ഇങ്ങനെ കിച്ചണും വെച്ചുണ്ടാക്കലൊക്കെ കാണിച്ചാൽ അതൊരു രസമില്ലല്ലേ അല്ലേ. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അതുപോലൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഒന്നും ഒതുക്കി എടുത്ത് വെച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ മൺതിലി ക്ലീനാക്കുന്നതല്ലേ. അപ്പോൾ അതുപോലെ കേട്ടോ നമ്മുടെ വീട് ഇപ്പോൾ ഇരിക്കുന്നത്. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്. അപ്പോൾ കിച്ചൺ ചാനൽ ആയതുകൊണ്ട് നമുക്ക് അടുക്കളയിൽ തന്നെ എടുത്ത് തുടങ്ങല്ലേ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലെ അടുക്കളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. എന്നാലും ഹോം ടൂറിൻ്റെ വീഡിയോ അല്ലേ, അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മുകളിലുണ്ട്, അതങ്ങനെ വെച്ചതാണ് സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ് വെച്ച് കുമ്പളം കറി വെച്ചു, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ അത്. പിന്നെ മീൻ പൊരിച്ചു, അതുപോലെ തന്നെ വഴുതനങ്ങ പൊരിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ തിന്നുകൊണ്ടാണ് നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത്. പിന്നെ അത് പുറത്തേക്ക് ഉണ്ടാക്കിയ അടുക്കളയും കൂടി കാണട്ടെ. ഇവിടെയാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ ഒരു കുട്ടി ടേബിൾ ഉണ്ട്. ഇവിടെ ഞങ്ങൾ അധികം ഭക്ഷണം കഴിക്കാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഷിബിലിമോൻക്ക് ഫിലിമോൾക്കൊക്കെ പൂതി ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് കഴിക്കും. പിന്നെ അത് ഈ കാണുന്നത് പിന്നെ നമ്മൾ വിറക് പെരയുണ്ട്. ഇവിടെ കർട്ടൻ തൂക്കി വെച്ചതാണ്. അതായത് പിന്നെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് നോട്ടം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചൊരു ഐഡിയ നമ്മുടെ ഷിബിലിമോൻ്റെ കേട്ടോ. പിന്നെ അത് ഇവിടെ തന്നെ പുറത്ത് ബാത്റൂമും വരുന്നുണ്ട്. കക്കൂസും കുളിമുറിയും കൂടിയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾ കാണുമ്പോഴേ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കും കൂടി അറിയാമല്ലോ. അപ്പോൾ ഇത് ബാത്റൂമിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി കൊടുത്താണ് കേട്ടോ പുറത്തേക്ക്. അതായത് അലക്കുകല്ലൊക്കെ അല്ലേ ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെയാണ് അലക്കുകല്ലും പിന്നെ ചെറിയൊരു കൊട്ടത്താളം കൂടി വരുന്നത് കേട്ടോ. പിന്നെ അതേ ഞാൻ അടുക്കളയിലോട്ട് തന്നെ കയറി. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അധികവും ഭക്ഷണമൊക്കെ കഴിക്കാറ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് ഇവിടെ മുകളിൽ 3-4 ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ല, നമ്മൾ മന്ത്ലി ക്ലീനിങ് ചെയ്യുന്നതില്ല. അപ്പോൾ അതുപോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഏതായാലും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് എടുത്തുകാണ്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നിങ്ങൾ കാണാറുള്ളതല്ലേ. പിന്നെ ഇവിടെയും തന്നെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ചെയ്ത പോലെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാലും ഞാനതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എടുക്കട്ടെ, എന്നാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ. മാസം മാസം ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് കൂടുതലായിട്ട് കച്ചറകളും അതുപോലെ തന്നെ പൊടികളും ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പിന്നെ അങ്ങനെ ശീലമായും ചെയ്ത്, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യും. നമ്മുടെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്റ്റോർ റൂം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെയാണ് വെക്കാറ്. പിന്നെ ഇത് കുഞ്ഞൊരു ഡൈനിങ് ഹാൾ, അതിലൊരു ടേബിളും ചെയറും അതുപോലെ തന്നെ ഒരു ബേസണും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഷിബിലിമോൻ്റെ ബുക്സുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇത് അവന് എപ്പോഴും റെഡിയാക്കി വെക്കാറുള്ളതാണ്. അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇത് അവരെ രണ്ടുപേരുടെയും വണ്ടി ഇത് ഇവിടെ അങ്ങനെ എപ്പോഴും ഇവിടെയാണ് കേട്ടോ അതിൻ്റെ സ്ഥലം. പിന്നെ ഇത് ബേസണാണ്, അതിൻ്റെ താഴെ കേട്ടോ നമ്മുടെ ഫിനിമോളുടെ ബുക്സുകളൊക്കെ വെക്കുന്നത്. അത് പിന്നെ അവിടെ അങ്ങനെ അവർക്ക് ഒതുക്കി കൊടുത്തു. അങ്ങനെ ഒരു ചെറിയൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ നമ്മളത്. പിന്നെ ഒരു ചെറിയൊരു ടി വിയും വരുന്നുണ്ട്. പിന്നെ ഷോക്കേസിൻ്റെ മുകളിൽ നമ്മൾ ഷിബിലിമോൻ ഉണ്ടാക്കി വയനാടൻ ബസ് വെച്ചിട്ടുണ്ട്. ഇത് അവന് ആ ഉണ്ടാക്കിയ ടൈമിൽ അവിടെ വെച്ചതാണ് കേട്ടോ. പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട് വന്ന് പോകുന്നു പറഞ്ഞിട്ട് ഉയർത്തന്നെ വെച്ചതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലേനും. പിന്നെ അത് അങ്ങനെ പോകുന്ന നമ്മുടെ മെയിൻ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാനെവിടെ നിൽക്കണേ അവിടെ തന്നെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഷിബിലിമോനും ഫിനിമോളിൽ ഒക്കെ വിളിച്ചുണർത്തുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും കണ്ടിട്ടുണ്ട്, എന്നാലും ഹോം ടൂറിൻ്റെ വീഡിയോ അല്ലേ, അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വലുത് കേട്ടോ. ഇവിടെ നമ്മളുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത മന്ത്ലി ക്ലീനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. നമ്മുടെ വീടിന് ആകെ 2 റൂമേട്ടേ വരുന്നുള്ളൂ. പിന്നെ ഡൈനിങ് ഹാളിൽ ഒരു ബാത്റൂമും. റൂമിലൊന്നും ബാത്റൂമൊന്നും ഇല്ല, അതന്നെ മതി, അതന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ അതേ ഈ ചെറിയ ഷെൽഫ് ഉണ്ടല്ലോ, ഇതിലിത് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും അകത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒഴിവാക്കട്ടെ. എനിക്ക് പിന്നെ ഇങ്ങനെ എടുത്തു വെക്കണ ആ ഒരു ഇതില്ല. പിന്നെ അത് ഡൈനിങ് ഹാളിൽ ബാത്റൂമാണ്. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തില്ല ബാത്റൂമിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഡോറ് കുറേ മുമ്പ് ഞാൻ നല്ലോണം ഒന്ന് വരുതിയതാട്ടോ. ആ വെറുതെ അടയാളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, തുടക്കാറാട്ടോ ചെയ്യാറ്, പ്ലൈവുഡ് അല്ലേ. പിന്നെ നമ്മൾ പോകുന്നത് ഷിബിലിമോൻ്റെ റൂമിലേക്കാണ്. പിന്നെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഫിനിമോൾ ഇവിടെ കിടക്കും കേട്ടോ. അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ കിടക്കും, ചിലപ്പോൾ അവിടെ കിടക്കും. ചിലപ്പോൾ അവനോട് എന്തെങ്കിലും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. അങ്ങനെയൊക്കെ കേട്ടോ അവളുടെ അവസ്ഥ.
പിന്നെ ഈ റൂമിൽ ഒരു ഡ്രസ്സിങ് സ്റ്റാൻഡും അതുപോലെ തന്നെ അൽമാരയാണ് കേട്ടോ വരുന്നത്. അൽമാര നമ്മുടെ കല്യാണത്തിൻ്റെ അൽമാരയാണ് 15 വർഷമായിട്ടാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു ചെറിയൊരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ പള്ളിക്കൊക്കെയുള്ള ഓരോ ബോക്സുകൾ, അതുപോലെ തന്നെ മുസാഫ് തൊപ്പി അങ്ങനെയുള്ള വെക്കുന്ന ഒരു ചെറിയൊരു ഷെൽഫുണ്ട്. പിന്നെ നമ്മുടെ ഫിനിമോളുടെ ഡ്രസ്സുകളൊക്കെ പിന്നെ തൂക്കിടുന്നത് ഒരു ആങ്കറും കൂടി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അതിമനോഹരമായ മുറ്റവും അതുപോലെ തന്നെ സിറ്റ് ഔട്ടും കൂടി കാണാം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, ഒരു ചെറിയൊരു ഇരിക്കണൊരു ഇതുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട് ഒരു ചെറിയ വീടായതുകൊണ്ട് തന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ ഒരു വലിയൊരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. കാരണം വലുതാകുമ്പോഴല്ലേ നമുക്ക് ഒരുപാടൊക്കെ പറയാനുണ്ടാകുള്ളൂ. ഇത് പിന്നെ ഒരു ചെറിയൊരു വീടല്ലേ, പിന്നെ കൂടുതൽ ഡിസൈനുകളും വർക്കുകളും ഒന്നുമില്ലല്ലോ, സാധാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു വീടല്ലേ. പിന്നെ അത് ട്രോഫികളെല്ലാം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഇതന്നെ റാഹത്താട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഒതുങ്ങിയ ഒരു വീട്. ഇങ്ങനെയുള്ളൊരു വീടാകുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ എന്നും അടിച്ചൊരു തുടച്ച് എത്തും ചെയ്യും. ഇതന്നെ ധാരാളം. പിന്നെ അത് നമ്മുടെ കിണറിന് മുകളിലായിട്ട് ഷിബിലിമോൻ്റെ അക്കോറം വെച്ചിട്ടുള്ള ഇത് ആദ്യം അകത്തായിരുന്നു വെച്ചിരുന്നത്. പിന്നെ അവന് പുറത്തേക്ക് കൊണ്ടുവന്നാട്ടോ. അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കല്ലേരി മീനാണ്. ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കല്യാണൂരം എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അവിടെ ആഴ്ചയിൽ അവനും ഫ്രണ്ട്സാളും കൂടി പോകുന്നു കേട്ടോ. അവിടുന്ന് പിടിച്ച് കൊണ്ടുവരണം കേട്ടോ. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. എപ്പോഴും അവർ പോകാറുണ്ട്. ഇൻഷാല്ലാ ഷിബിലിമോൻക്ക് ഒഴിവുള്ള ദിവസം എല്ലാവരും കൂടി പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അത് നമ്മുടെ റോഡാണ് ഈ കാണുന്നത്. റോഡ് ഇച്ച് കെട്ടിയിട്ട് ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്നാലും ഇച്ച് കെട്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. വെള്ളം അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പുഴ പോലെ ഒഴുകി പോട്ടെ. മഴ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇച്ച് കെട്ടുന്നത്. ഇനി നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് പോകുന്നത്. 2 ദിവസം മുന്നേ വീഡിയോ ചെയ്തിരുന്നില്ലേ, പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ആണ് ഈ കാണുന്നത്. പിന്നെ അത് കൂറൊക്കെ ഇത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുള്ളഞ്ചക്കൻ്റെ മരമുണ്ട്, നാരങ്ങ മരമുണ്ട്, അതുപോലെ തന്നെ കൊക്കോ മരമുണ്ട്. കൊക്കോ മരമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ചാമ്പൊക്കെ അത് നല്ലോണം വീണ് കിടക്കുന്നുണ്ട്. മുകളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അത് കാരണം കിട്ടുന്നില്ല. പിന്നെ അങ്ങോട്ട് അയലൊക്കെ കെട്ടിയിട്ട് ഇത് നമ്മൾ അങ്ങനെ വന്നു ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടാ. അലക്കുകല്ലും കൊട്ടത്താളൊക്കെ അവിടെ തന്നെ എത്തി. പിന്നെ അത് മുകളിലോട്ടാണ് ഇനി കയറി പോകുന്നത്. ഇവിടെ ചെറിയ ഓരോന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇത് നമ്മുടെ പുറത്ത് ഷിബിലിമോന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തണലത്ത് വെക്കുന്ന ചെടിയാണെന്ന് കണ്ടപ്പോൾ പിന്നെ മുകൾക്ക് കൊണ്ടുവന്നു. അപ്പോൾ കുഴപ്പമില്ലേനും ഉള്ളിൽ വെച്ചപ്പോഴേ. പിന്നെ മുകളിൽ നമ്മളുടെ കുമ്പളങ്ങി അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഡ്രമ്മമ്മ കയറ്റി വെച്ചാണ്ട് അത് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് പൊട്ടി വീഴുമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് ഫ്രഷൻ ഫ്രൂട്ട് അത് ആയി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷിബിൻ മോൻക്ക് കണ്ടപ്പോഴത് പറിക്കേ വേണം. അപ്പോൾ പിന്നെ ഒന്ന് മാത്രം പറിക്കണ്ടല്ലോ, ഞങ്ങൾ 4 പേരില്ലേ. അപ്പോൾ പിന്നെ അത് 4 എണ്ണമാണ് പറിച്ചെടുത്തു. പിന്നെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ പുളിയായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ശരിക്കും പഴുക്കാത്തത് കൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഷിബിലിമോനോട് പറഞ്ഞു ഇനി പറിക്കണ്ട, ഇനി കുറച്ച് സമയം അത് ഇരുന്നോട്ടെ, മൂത്തതിന് ശേഷം പറിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ടൊക്കെ വല കെട്ടി കൊടുത്തിട്ടുണ്ട്. അവർ വളർന്ന് വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ കാണാം നമ്മളെ റംബൂട്ടാന്മാരട്ടോ. റംബൂട്ടാൻ കണ്ടില്ല ഞങ്ങൾ അവിടെയൊക്കെ ഓരോന്ന് അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചിലതിൽ കഴമ്പുണ്ട്, ചിലതിൽ കഴമ്പുള്ള ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഏതായാലും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇനിയെങ്കിലും നേരാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പേരക്കന്മാരാണ്, നമ്മളെ കുഞ്ഞോളുമാൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. മുകളിൽ നിന്നുള്ള സീനാണ് കാണുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളി അംഗനവാടിയാണ് ഈ കാണുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ റോഡില്ലേ, ഈ റോഡ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഈ ഗ്രൗണ്ടിൽ നമ്മുടെ പള്ളിക്കത്തെ കുട്ടികളും അതുപോലെ തന്നെ അടുത്തുള്ള കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടും കൂടിയാണ്. അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ പിന്നെ ആരുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടും പരിസരവും ഒരു ഹോം ടൂറായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ മതി വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.